നമസ്കാരം, ഞാൻ അഭിലാഷ് കെ ആശ്രാമം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലയുടെ PRO ആണ്. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ അറിവുകളെക്കുറിച്ചും പറയുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ സനോജ് സാർ. നമസ്കാരം ശ്രീ സനോജ് സാർ. കൊല്ലം ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൻ്റെ സഹകരണത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ കൗൺസിലർ കൂടിയാണ് ശ്രീ സനോജ് സാർ. ജൂൺ 14 ലോക രക്തദാതാ ദിനമാണ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എന്ന ഞങ്ങളുടെ സംഘടന കേരളത്തിലെമ്പാടും വിവിധ ഘട്ടങ്ങളിലായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ ജനപിന്തുണയാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ ചില സംശയങ്ങൾ അത് ദൂരീകരിക്കുവാൻ വേണ്ടി അങ്ങയോടൊപ്പം ചേരുന്നത്. സർ, ഞാൻ ഷിജു ആൻ്റണി, AKPയുടെ കൊല്ലം മേഖല ബ്ലഡ് ഡൊണേഷൻ ക്ലബിൻ്റെ കോർഡിനേറ്ററാണ്. സർ, എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ജൂൺ 14 ലോക രക്തദാതാ ദിനമായിട്ട് ആചരിക്കുന്നത്? നമുക്കൊരു ചരിത്രം പറഞ്ഞു തുടങ്ങാം. അതായത് 1901 വരെ നമ്മൾ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ ഒത്തിരി അപകട സാധ്യതകൾ ഉണ്ടായിരുന്നു. അതുവഴി ഒത്തിരി മരണങ്ങൾ വരെ സംഭവിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു. 1901 ശേഷം കോൾ ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ജീവശാസ്ത്രജ്ഞനാണ്, അതായത് ഓസ്ട്രിയൻ ജീവശാസ്ത്രജ്ഞനാണ് ഈ ABO എന്ന് പറയുന്ന രക്തഘടകങ്ങളെ വേർതിരിച്ചെടുത്തത്. അപ്പോൾ അദ്ദേഹം ഇത് വേർതിരിച്ചെടുത്തതിന് ശേഷമാണ് ഓരോ ദാതാവിനും അതാത് ഗ്രൂപ്പിലായിട്ടുള്ള ബ്ലഡ് കൊടുക്കേണ്ടി വന്നതും അവർക്ക് അപകടമില്ലാതെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുന്നതും അതിന് ശേഷമാണ്. അപ്പം ലോകാരോഗ്യ സംഘടന അദ്ദേഹത്തിൻ്റെ ജന്മദിനം ജൂൺ 14 അതിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ്. അതുകൊണ്ടാണ് ജൂൺ 14 ലോക രക്തദാതാ ദിനമായിട്ട് ആചരിക്കുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് തോന്നുന്നല്ലേ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ? എൻ്റെ പേര് ചന്ദ്രബാബു, ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലയുടെ വെൽഫെയർ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. എൻ്റെ ചോദ്യം ഇതാണ്: രക്തദാനം ചെയ്യുന്നത് ശരീരത്തിന് ദോഷമാണോ? ഒറ്റ ആൻസറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദോഷമല്ല എന്ന് മാത്രമല്ല, അത് ഗുണം മാത്രമേ ഉള്ളൂ. നമുക്ക് പുതിയ രക്തകോശങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങൾ മാറി നിൽക്കും. പിന്നെ ബ്ലഡിലെ ഇരുമ്പിൻ്റെ അളവ് അത് ക്രമാതീതമായി കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മനുഷ്യനും അത് ഉള്ളൂ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ഞാൻ അനി ബെന്നി, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലം ടൗൺ യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. സാർ, ആർക്കൊക്കെയാണ് രക്തദാനം ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 18 വയസ്സായ ഏതൊരു സ്ത്രീക്കും പുരുഷനും ബ്ലഡ് കൊടുക്കാം. 50 കിലോ ഭാരം ഉണ്ടായിരിക്കണം. 18 വയസ്സ് മുതൽ 65 വയസ്സിനിടയ്ക്കുള്ള ഏതൊരാൾക്കും ബ്ലഡ് കൊടുക്കാം. കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ബ്ലഡാണ് കൊടുക്കുന്നത്, ഒരു മനുഷ്യരിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ബ്ലഡ് നമ്മൾ അത്രത്തോളം പ്യൂരിറ്റി ആയിരിക്കണം. നമുക്ക് പനിയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ പനിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ സാധിക്കൂ. ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2 ആഴ്ച കഴിയണം. മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ കാത് കുത്തുക, ടാറ്റു, ശൂലം കുത്തുക, മൂക്ക് കുത്തുക, ഇതൊക്കെയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആർക്കും ബ്ലഡ് കൊടുക്കാം. പിന്നെ കൊടുക്കുന്നതിന് മുന്നേ നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചിരിക്കണം, നല്ല രീതിയിലുള്ള ഉറക്കം വേണം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബ്ലഡ് കൊടുക്കാം. തീർച്ചയായിട്ടും. അതുപോലെ നമുക്കൊരു മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടെ കിടക്കാം. സർ, എൻ്റെ പേര് അനീഷ്, ഞാൻ അഞ്ചാലമൂട് യൂണിറ്റ് സെക്രട്ടറിയാണ്. എത്ര നാൾ ഇടവിട്ട് നമുക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പലർക്കും ചിലപ്പം അറിഞ്ഞിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം ഇത്. ആരോഗ്യവനായ ഒരു പുരുഷന് 3 മാസത്തിലൊരിക്കൽ ബ്ലഡ് കൊടുക്കാം. അതായത് മാക്സിമം 90 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് കൊടുക്കാം. സ്ത്രീക്ക് അത് 4 മാസത്തിലേക്ക് മാറുന്നുണ്ട്. 120 ദിവസം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് ബ്ലഡ് കൊടുക്കാം. നേരത്തെ പറഞ്ഞു ബോഡി വെയ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എത്ര കിലോ വെയിറ്റ് ഉള്ളവർക്ക് കൊടുക്കാം, ഇത്ര സമയങ്ങളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് കേൾക്കാം. ഞാൻ സുജിത സജീവ്, AKPA കൊല്ലം മേഖലാ സെക്രട്ടറി. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ആർത്തവം നിലച്ച ഒരു സ്ത്രീക്കും രക്തം ദാനം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ആർത്തവ സമയത്ത് നമുക്ക് ആർത്തവം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ
ബ്ലഡ് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ചിലപ്പോൾ അവരുടെ ശരീരത്തിലെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കാം. അതുകൊണ്ടാണ് ആർത്തവം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ സ്ത്രീകൾക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആർത്തവം നിലച്ച സ്ത്രീകൾക്കും ബ്ലഡ് ദാനം ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, 65 വയസ്സ് കഴിയരുത്. ആർത്തവ സമയത്തുള്ള രക്തദാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രമേഹവുമായിട്ട് രക്തസമ്മർദ്ദമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ആ ചോദ്യം ഒന്ന് കേൾക്കാം. എൻ്റെ പേര് നവാബ്, ഞാൻ അഞ്ചാലമ്മൂട് യൂണിറ്റ് പ്രസിഡൻറ്റ്. എൻ്റെ ചോദ്യം, പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം ഉള്ളവർക്ക് രക്തദാനം ചെയ്യാമോ? നമുക്ക് BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന ആ ടൈമിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് മാക്സിമം BP ഉള്ളവർ ബ്ലഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ബ്ലഡ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് റിയാക്ഷനോ മറ്റോ അധികമായിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ആണെങ്കിൽ ബ്ലഡ് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് മാത്രമേ എപ്പോഴും ആരോഗ്യമുള്ള ബ്ലഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. എൻ്റെ പേര് സോണി കമൽ. ഞാൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ കൊല്ലം മേഖല പ്രസിഡൻ്റാണ്. എനിക്കറിയേണ്ടത്, നമ്മൾ രക്തദാനം ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. രക്തം ദാനം ചെയ്യുന്ന ദാതാവിന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ പുതിയ രക്തകോശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് രൂപപ്പെടുകയും ദാതാവ് പഴയ നിലയിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു തരത്തിലുള്ള ദോഷവും പുതുതായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യർക്കും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുരുഷന്മാർ 3 മാസവും സ്ത്രീകൾ 4 മാസത്തിലൊരിക്കലും ബ്ലഡ് ദാനം ചെയ്യണം. അത് സന്നദ്ധമായി തന്നെ നിങ്ങൾ ബ്ലഡ് ബാങ്കിൽ ചെന്ന് ബ്ലഡ് ദാനം ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം, ആവശ്യത്തിന് ബ്ലഡ് സ്റ്റോറേജിൽ ഉണ്ടായിരിക്കുകയും അത് പേഷ്യൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് നമുക്ക് കൊടുക്കാനും സാധിക്കും. മറുപടി വ്യക്തമാണ്. ഈ രക്തദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. സർ, എൻ്റെ പേര് സന്തോഷ്. ഞാൻ ജില്ലാ ബ്ലഡ് ഡൊണേഷൻ ക്ലബിൻ്റെ കോർഡിനേറ്ററാണ്. സർ, എൻ്റെ ചോദ്യം, താൽക്കാലികമായി ബ്ലഡ് ദാനം ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയുമോ? ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ലൊരു ചോദ്യമാണ്. താൽക്കാലികമായിട്ട് ആർക്കൊക്കെ ബ്ലഡ് ദാനം ചെയ്യാതിരിക്കും? അതായത് പ്രമേഹം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടിരിക്കുന്ന മനുഷ്യർ, മൂക്കുകുത്ത്, ശൂലം കുത്ത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടാവാം. കാതുകുത്ത്, പിന്നെ പീരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, പിന്നെ ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവ, പട്ടി കടിക്കുക, പൂച്ച മാന്തുക, അല്ലെങ്കിൽ റാബിസ് വാക്സിൻ എടുത്തിരിക്കുന്നവർ, മഞ്ഞപ്പിത്തം A വന്നിട്ടുള്ളവർ ഒക്കെ ഒരു പീരീഡ് കഴിയുമ്പോൾ, അതായത് പീരീഡുണ്ട്, ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ട് ബ്ലഡ് ദാനം ചെയ്യാം. തീർച്ചയായിട്ടും ആ ചോദ്യവുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മറ്റൊരു ചോദ്യവുമായി നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. എൻ്റെ പേര് പ്രിമോസ് ബെൻ യേശുദാസ്. ഞാൻ AKPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സ്ഥിരമായി രക്തം ദാനം ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ്, HIV തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ബ്ലഡ് ദാനം ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ജീവിതത്തിൽ ബ്ലഡ് ദാനം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഹൃദ്രോഗമുള്ളവർ, മാനസിക രോഗമുള്ളവർ തുടങ്ങിയവർക്കും ബ്ലഡ് ദാനം ചെയ്യാൻ സാധിക്കില്ല. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവർക്കും ബ്ലഡ് ദാനം ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ? എൻ്റെ പേര് രമേഷ് കുമാർ. ഞാൻ AKPയുടെ കൊല്ലം ടൗൺ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, സാർ, നമ്മൾ ഒരാളുടെ നിന്ന് ബ്ലഡ് സ്വീകരിക്കുന്നു, അതിനുശേഷം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ടെസ്റ്റുകളാണ് സാധാരണയായി നടത്താറുള്ളത്? നമുക്ക് ഒരു ദാതാവിൽ നിന്ന് ബ്ലഡ് എടുത്തതിന് ശേഷം ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് മറ്റൊരു പേഷ്യൻറ്റിലേക്ക് ഈ ബ്ലഡ് പോകുന്നത്. അതായത് ബ്ലഡ് നമ്മൾ ദാതാവിൽ നിന്ന് എടുത്തതിന് ശേഷം അത് പല ഘടകങ്ങളായി വേർതിരിക്കും. ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് നോക്കും, അതിനുശേഷം ക്രോസ് മാച്ചിങ് നോക്കും, അതിനുശേഷം ഇത് പല ഘടകങ്ങളായി വേർതിരിക്കും. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, PRBC, അങ്ങനെ പല ഘടകങ്ങളായി വേർതിരിച്ചതിന് ശേഷം അതാത് പേഷ്യൻറ്റിലേക്കാണ് ഈ ഘടകങ്ങളും വേർതിരിച്ച ബ്ലഡ്
പേഷ്യൻറ്റിലേക്ക് ചെല്ലുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ കൊല്ലം മേഖലയിലെ വിവിധ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ രക്തദാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെയാണ് ശ്രീ സനൂജ് സാർ നമ്മളോട് മറുപടി പറഞ്ഞത്. വളരെ വിശദമായി തന്നെ കാര്യപ്രസക്തമായി അദ്ദേഹം മറുപടി പറഞ്ഞു. ജൂൺ 14 എന്തുകൊണ്ട് രക്തദാന ദിനം ആചരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് പ്രതിപാദിച്ചു. ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ അറിവുകളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയത്നിക്കുന്ന AKPA കൊല്ലം മേഖലയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ജൂൺ 14 രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനോടൊപ്പം ചേർന്ന കൊല്ലം ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് കൗൺസിലർ ശ്രീ സനൂജ് സാറിന് ഞങ്ങളുടെ പേരിലുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നന്ദി. രക്തദാനം മഹാദാനം എന്നുള്ളത് ഒരു ക്യാപ്ഷൻ മാത്രമല്ല, അതിന് ഒരു ജീവൻ്റെ വില കൂടിയുണ്ട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിരവധി പേർക്കാണ് രക്തദാനത്തിലൂടെ ജീവൻ തിരികെ പിടിക്കുവാൻ സഹായിച്ചിട്ടുള്ളത്. നിങ്ങളും രക്തദാനത്തിൽ പങ്കാളികളാകണം.